ലഷ്കർ-ഇ-തോയ്ബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് പാകിസ്ഥാൻ. സുരക്ഷയ്ക്കായി സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോകളെ നിയോഗിച്ചു. അതേസമയം പാകിസ്ഥാന്റെ പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി ISI മേധാവി മുഹമ്മദ് അസീം മാലിക്കിനെ നിയമിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ലോകത്തിന് മുൻപിൽ പാകിസ്ഥാൻ എത്രത്തോളം അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന വാർത്തയാണ് ഇത്. വാർത്തകളിൽ ഒന്ന് മാത്രമാണ് ഇത് എന്ന് ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. കാരണം ലോക സംഘടന യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻസ് തന്നെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ-ഇ-തോയ്ബയുടെ തലവന് സർക്കാർ സുരക്ഷ. തീർച്ചയായും പാകിസ്ഥാൻ വളരെ പ്രതിരോധത്തിലാണെന്ന് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞു കഴിഞ്ഞതാണ്. കാരണം UN അടക്കം ലോകരാജ്യങ്ങളടക്കം പാകിസ്ഥാൻ ഏതാണ്ട് പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ബിനിലിന് ഓർമ്മയുണ്ടാവും, ഭീകരാക്രമണം അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ ഒരു തിരിച്ചടി എങ്ങനെ ആയിരിക്കും എന്ന കാര്യത്തിൽ നമ്മളൊരു ദിവസം വൈകിട്ട് 7 മണിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമാണ് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളത്. അത് ഇന്ത്യ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഇസ്രായേൽ സാധാരണ ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന രൂപത്തിൽ അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല എന്നൊരു നിഗമനത്തിലേക്ക് നമ്മളന്ന് എത്തിയിരുന്നു. ഏറെക്കുറെ അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഹാഫിസ് സയ്യിദാണ് ഈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ പിന്നിലെന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ വാർത്തകൾ വന്നിരുന്നു. ഇന്ത്യ അത് പറയുകയും ചെയ്തിരുന്നു. ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഏറെക്കുറെ തെളിവുകൾ കൊടുക്കുകയും അല്ലെങ്കിൽ സമർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഹാഫിസ് സയ്യിദിനെ ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്ന കാര്യത്തിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ ഇൻ്റലിജൻസിന് വിവരം ലഭിച്ചിട്ടുണ്ടാകാം. ഇന്നലെ പാകിസ്ഥാൻ എന്നുള്ളൊരു മന്ത്രി പറഞ്ഞത് ഏതാണ്ട് 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കും എന്നൊരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇൻ്റലിജൻസ് കേന്ദ്രങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യം ഇന്ത്യ ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായും ഹാഫിസ് സയ്യിദിനെ ലക്ഷ്യമിടുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു പക്ഷേ പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. അങ്ങനെ ഹാഫിസ് സയ്യിദിനെ ലക്ഷ്യമിട്ടാൽ സ്വാഭാവികമായും ലഷ്കർ-ഇ-തോയ്ബ പാകിസ്ഥാൻ്റെ സൈന്യത്തിൽ പിടിമുറുക്കിയിട്ടുണ്ട്, ഏറെക്കുറെ നിയന്ത്രണത്തിലാണ്. അതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ഇപ്പോൾ അവിടുത്തെ ISI മേധാവിയെ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഒരു ചാരസംഘടനയുടെ തലവനെ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു. അത് നമ്മൾ പറഞ്ഞു വന്നത് ഹാഫിസ് സയ്യിദിന് സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ചെയ്യുന്നത് ഒരുപക്ഷെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ കൂടുതൽ അപഹാസ്യരാവുകയാണ്. ഇന്ത്യ സ്വാഭാവികമായും ഒരു ഭീകരനെ ലക്ഷ്യമിടുന്നുണ്ടോ എങ്കിൽ അത് ഭയന്നിട്ടാകണം ഇങ്ങനെ ഒരു സുരക്ഷ ഉറപ്പാക്കുന്നത്. ഇന്ത്യ ഇതിന് തിരിച്ചടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടോ എങ്കിൽ, ഇന്ത്യൻ സൈന്യത്തിന് തിരിച്ചടി നൽകാനുള്ള സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ടോ എങ്കിൽ സ്വാഭാവികമായും ഇന്ത്യ അതിർത്തി കടന്നുള്ള ആക്രമണത്തിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുക, പാകിസ്ഥാൻ്റെ ഭീകര തലവന്മാരെ ലക്ഷ്യമിടുക. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ഇസ്രായേൽ മോഡലിൽ ഇസ്രായേൽ ഹമാസ് നേതാക്കന്മാരെ, ഹമാസിൻ്റെ തലവന്മാരെ ലക്ഷ്യമിട്ടതുപോലെ ഇങ്ങനൊരു ആക്രമണത്തിന് ഇന്ത്യ മുതിരുമോ എന്ന് പാകിസ്ഥാൻ ആശങ്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇപ്പോൾ ഹാഫിസ് സയ്യിദിന് സുരക്ഷ ഉറപ്പാക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഏറ്റവും കൗതുകമുള്ളത്, വിചിത്രമായത്, പാകിസ്ഥാൻ സർക്കാർ തന്നെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം തന്നെ ഒരു തീവ്രവാദി തലവന് അല്ലെങ്കിൽ ഭീകര സംഘടനയുടെ തലവന്, ലോകരാജ്യങ്ങൾ മുഴുവൻ നിരോധിച്ച ഒരു ഭീകര സംഘടനയുടെ തലവന് പാകിസ്ഥാൻ സർക്കാർ തന്നെ സുരക്ഷ ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ അത് വിചിത്രമാണ്. പാകിസ്ഥാൻ കൂടുതൽ അപഹാസ്യരാകും എന്നുറപ്പാണ്. ഇന്ത്യ കൂടുതൽ ആ അർത്ഥത്തിൽ ശക്തരാവുകയും ചെയ്യും. ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കൂടുതൽ ശക്തരാവുകയും ചെയ്യും. അത് ആദ്യ ദിവസം തന്നെ ഇന്ത്യ അക്കാര്യത്തിൽ ഈ തീവ്രവാദികളുടെ പേരുകൾ പുറത്തുവിട്ടുകൊണ്ട്, ഭീകരരുടെ പേരുകൾ പുറത്തുവിട്ടുകൊണ്ട് ഇന്ത്യ അക്കാര്യത്തിൽ ഒരു പടി അന്നേ തന്നെ മുന്നിലെത്തിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ മറുവശത്തെ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, ISIയുടെ തലവനായിരിക്കുന്ന ഒരാളെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി, അതായത് ഒരു ചാരസംഘടനയുടെ തലവനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത്. അതൊരു പക്ഷേ ഏതെല്ലാം തരത്തിൽ പാകിസ്ഥാൻ്റെ സൈന്യത്തിൽ, പാകിസ്ഥാൻ്റെ ഭരണത്തിൽ, പാകിസ്ഥാൻ സർക്കാരിലൊക്കെ സൈന്യത്തിന് എത്രത്തോളം നിയന്ത്രണമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇക്കാര്യം. അത് മാത്രമല്ല, ഇന്നലെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ അഡ്വൈസറി സമിതി അതിനെ പുനരുജ്ജീവിപ്പിച്ചിരുന്നു. അതിലേക്ക് റോയുടെ തലവനെ കൊണ്ടുവന്നിരുന്നു. അതിന് സമാന്തരമായി തന്നെയാണ് ഒരു പക്ഷേ ഈ പാകിസ്ഥാനും ചെയ്യാൻ പോകുന്നത് എന്നാണ് കാണേണ്ടത്. ഇന്ത്യ എന്താണോ ചെയ്യുന്നത്, സൈനിക തലത്തിൽ, നയതന്ത്ര തലത്തിൽ ഇന്ത്യ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം നോക്കിക്കണ്ട് മറുപടി നൽകുകയാണ് പാകിസ്ഥാൻ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ബിനിൽ, ശ്രീജിത്ത്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നുകൂടി, ഇന്ത്യ ഈ പാക്കിലുള്ള കൊടും ഭീകരന് പാകിസ്ഥാൻ സുരക്ഷ നൽകുമ്പോൾ ഇന്ത്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുക എന്നതിനൊപ്പം തന്നെ ഈ ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്ന വ്യക്തി പാകിസ്ഥാനിൽ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ഭീകരതയ്ക്ക് നിലവും വളവും ഒരുക്കുന്ന ഒരു വ്യക്തിയാണ്. ഹാഫിസ് സയ്യിദിന് പിന്നിൽ ആരൊക്കെയാണ്? പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ഇതിനുള്ള ബന്ധം എന്താണ്? പാകിസ്ഥാന്റെ സൈനികപരമായിട്ടുള്ള ബന്ധം, ഒപ്പം തന്നെ ഭരണപരമായി ഈ ആളുകൾക്ക് ഉൾപ്പെടെയുള്ള ഹാഫിസ് സയ്യിദിന്റെ ബന്ധം ഉൾപ്പെടെ പുറത്തു പോകുമോ എന്നുള്ള ആശങ്ക പാകിസ്ഥാനുണ്ട്. അത് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സർക്കാർ സ്പോൺസേഡ് ടെററിസം നടക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ അത് പുറത്താകുമോ എന്ന ആശങ്ക, ലോകത്തിനിടയിൽ പുറത്താകുമോ എന്ന ആശങ്ക പാകിസ്ഥാൻ ഉണ്ട് എന്നും കൂടി വായിക്കേണ്ടതല്ലേ?
തീർച്ചയായും പാകിസ്ഥാന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. രാഷ്ട്രീയവും സൈന്യവും ഇഴചേർന്നൊരു രീതിയാണ് പാകിസ്ഥാനിലുള്ളത്. സൈന്യം തന്നെയാണ് ഏറെക്കുറെ പാകിസ്ഥാനിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. അതെല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. എപ്പോഴെങ്കിലും രാഷ്ട്രീയം സൈന്യത്തിന് മുകളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പട്ടാള അക്രമം അല്ലെങ്കിൽ പട്ടാള അട്ടിമറിയൊക്കെ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത് കാലാകാലങ്ങളായി നമുക്കറിയാവുന്നതാണ്, പലപ്പോഴായി നമ്മുടെ മുന്നിൽ വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ സൈന്യമാണ് അവിടുത്തെ കാര്യങ്ങളിൽ ഏറെക്കുറെ തീരുമാനമെടുക്കുന്നത്. പ്രത്യേകിച്ച് നിർണായകമായ തീരുമാനങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് എങ്ങനെ ഇടപെടണം, എങ്ങനെ ബന്ധപ്പെടണം, ആ ബന്ധം എങ്ങനെയായിരിക്കണം സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിലൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് സൈന്യം തന്നെയാണ് എല്ലാ കാലവും. ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം നടത്തിയതിൽ പാക് സൈന്യത്തിന് പങ്കുണ്ടെന്ന് ഇന്ത്യ തെളിവടക്കം ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും ലഷ്കർ ഇ തോയ്ബ പോലെ ലോകരാജ്യങ്ങൾ നിരോധിച്ചൊരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് ഹാഫിസ് സയ്യിദ്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്കിതിൽ പങ്കുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ തന്നെ മനസ്സിലായി കഴിഞ്ഞു കാര്യങ്ങൾ, പാക് സർക്കാരിന് തന്നെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അത് പാകിസ്ഥാൻ്റെ വിവിധ മന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഏതാണ്ടൊരു ഒരു അന്താളിപ്പിൽ ഒരു അമ്പരപ്പിലാണ് പാകിസ്ഥാൻ്റെ വിവിധ മന്ത്രിമാർ പ്രതികരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഈ ഹാഫിസ് സയ്യിദിന് അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബയ്ക്ക് ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. ആ പങ്ക് ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇക്കാര്യം പാകിസ്ഥാന് ബോധ്യപ്പെട്ടു. പാകിസ്ഥാൻ സ്വാഭാവികമായും നയതന്ത്ര തലത്തിൽ ഇപ്പോൾ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സൈനിക തലത്തിൽ കൂടി ഇന്ത്യ ഇടപെടാൻ തീരുമാനിച്ചാൽ ഇന്ത്യ ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരന്മാരെ ലക്ഷ്യമിടുന്നുണ്ട്. അത് നേരിട്ടുള്ള ആക്രമണമല്ല, നേർക്കുനേർ ആക്രമണമല്ല. ഇന്ത്യയുടെ സൈനിക രീതി ഒരു സർജിക്കൽ അറ്റാക്ക് പോലെ, സർജിക്കൽ സ്ട്രൈക്ക് പോലെ മറ്റെന്തെങ്കിലും ഒരു രീതി ഉപയോഗിക്കുകയാണെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹമാസിന്റെ തലവന്മാരെയൊക്കെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ രീതി നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കൂടാരത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന തലവന്മാരെ കൊലപ്പെടുത്തിയ രീതി. അങ്ങനെയെല്ലാം ഇന്ത്യ തുനിഞ്ഞിറങ്ങിയാൽ പാകിസ്ഥാൻ വീണ്ടും പ്രതിരോധത്തിലാവും. അതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വരുന്നതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ബിനിൽ, ശരി ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പാകിസ്ഥാൻ എത്രത്തോളം ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. ഒരു തീവ്രവാദിക്ക്, ഒരു കൊടും ഭീകരന്, അതും ഇന്ത്യയിലെ ദേശീയ അന്വേഷണ ഏജൻസി ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന പദവി നൽകി തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ ഉൾപ്പെടെ ആസൂത്രകനായിട്ടുള്ള ഹാഫിസ് സയ്യിദിന് പാകിസ്ഥാന്റെ സുരക്ഷ നൽകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത ശ്രീജിത്ത് ബാലകൃഷ്ണൻ പങ്കുവെക്കുകയായിരുന്നു.